അതൊക്കെ പണ്ടല്ലേ ഇച്ചായ. ഇപ്പൊ അവൻ ഭയങ്കര പാവ. ഈ നാട് വിട്ട് പോകുന്നൊരു തുശീലുണ്ടല്ലോ, അതങ്ങോട്ട് മാറ്റിയെടുക്കണം. അതിനൊരേരു വഴിയേ ഉള്ളൂ, അവനെ അങ്ങ് കെട്ടിക്കുക. കൺമുന്നിലൊരു പെണ്ണും പിള്ളയും കൊച്ചൊക്കെ ആയാൽ പിന്നെ ഈ പറക്കൽ അങ്ങോട്ട് നിന്നോളും. ഏതെങ്കിലും നല്ല കുടുംബത്തിലെ കൊച്ചിനെ നോക്കി നമുക്ക് അവന്റെ കെട്ടി നടത്താം. അന്നമ്മ ബേബി ചാനോടായി പറഞ്ഞു. നീ പറയുന്നതിലും കാര്യമുണ്ട്. അവനത് നേരാക്കണമെങ്കിൽ ഒരു പെണ്ണ് തന്നെ വരണം. നാളെ തന്നെ നമുക്ക് ആ ബ്രോക്കർ കുര്യച്ചനെ ഒന്ന് വിളിക്കാം. അവൻ വല്ല നല്ല ആലോചനയും കൊണ്ടുവരട്ടെ. അപ്പച്ചനും അമ്മച്ചിയും ജോണിന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റോഡിൽ നിന്നും ഒരു ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടത്. ആ ശബ്ദം തറവാട്ട് വീടിന്റെ മുറ്റത്തേക്ക് അടുത്തു വന്നു. വേറെ ആരുമല്ല, നമ്മുടെ കഥാനായകനായ ജോൺ അച്ചായന്റെ മാസ് എൻട്രി ആയിരുന്നു അത്. മുറ്റത്ത് ബുള്ളറ്റ് ഇരപ്പിച്ചു നിർത്തി. ഡബിൾ സ്റ്റാൻഡ് ഇട്ട് പുള്ളിക്കാരൻ ഇറങ്ങി. കടും കറുപ്പ് നിറമുള്ള ഒരു ഫുൾ സ്ലീവ് ഷർട്ട്, കൈകള് രണ്ട് മുകളിലേക്ക് മടക്കി വെച്ച് കട്ടിമീശ പിരിച്ച് അസൽ കസവുമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം. കണ്ണിലൊരു കറുത്ത കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. 6 അടി ഉയരമുള്ള വിരിഞ്ഞ നെഞ്ചുള്ള ആ രൂപം കണ്ടാൽ ഏത് പെണ്ണും ഒന്ന് നോക്കിപ്പോകും. കൂളിംഗ് ഗ്ലാസ് ഊരി ഷർട്ടിന്റെ കോളറിൽ ഒതുക്കി വെച്ചുകൊണ്ട് മുണ്ടും ഒരൽപ്പം മുകളിലേക്ക് മടക്കി കുത്തി ജോൺ ഉമ്മറത്തെ പടികൾ ഓരോന്നായി കയറി വന്നു. മുഖത്ത് നല്ല കള്ളച്ചിരി ഉണ്ടായിരുന്നു. 2 ദിവസം ഇങ്ങോട്ടൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നതാ കക്ഷി. അപ്പന്റെയും അമ്മന്റെയും മുഖം കണ്ടപ്പോ തന്നെ പുള്ളിക്ക് മനസ്സിലായി കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന്. അതുകൊണ്ടാണ് ആ കള്ളച്ചിരി. ജോൺ ഉമ്മറത്തേക്ക് കയറി വന്ന് കസേരയിലിരിക്കുന്ന ബേബിയെ നോക്കി വലത് കൈ വീശി. എന്താ ബേബിച്ചാ, ഒരാലോചനയിലാണല്ലോ രണ്ടാളും. എന്റെ കുറ്റം പറയുകയാണോ, അതോ നാട്ടുകാരെങ്കിലും തല്ലിയ കേസ് ഒത്തുതീർപ്പാക്കുകയാണോ? അച്ഛനെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അത് കേട്ടതും അന്നമ്മയ്ക്ക് ദേഷ്യം വന്നു. അവനെ തലനാർ മുതൽ കാൽനകം വരെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു. എടാ, നിനക്ക് ഈ വീട് വല്ല ലോഡ്ജോ ആണോ? ഇന്നലെ രാവിലെ ഇറങ്ങിയതല്ലേ നീ? ഇപ്പോൾ ദാ ഈ ഉച്ചയോടടുത്താണ് കയറി വന്നത്. എവിടെ ആയിരുന്നു ഈ 2 ദിവസം? നിനക്ക് ഞങ്ങളെ രണ്ടാളെയും കുറിച്ച് വല്ല ചിന്തയുണ്ടോ? എന്തേ മൂത്തതങ്ങളെ പോലെ വീടും നാടും വേണ്ടെന്നായോ നിനക്കും? അമ്മച്ചി ചോദിച്ചതും ജോണിച്ചൻ ചാരുപടിയിൽ അമ്മച്ചി വെച്ചിരുന്ന കട്ടൻ ചായയുടെ ഗ്ലാസ് എടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചിട്ട് അമ്മച്ചിയെ നോക്കി കണ്ണ് ചിമ്മി. എന്റെ അമ്മച്ചി പെണ്ണെ, ഞാനൊന്ന് ആ കോഴിക്കോട് വരെ പോയതല്ലയോ. അവിടെ എൻ്റെ ഒരു കൂട്ടുകാരനെ ചെറിയ പ്രശ്നം, അതൊന്ന് തീർപ്പാക്കാൻ പോയതാ. ഇപ്പൊ കൃത്യസമയത്ത് തന്നെ വീട്ടിലെത്തിയില്ലയോ? നിങ്ങളെ വേണ്ടാഞ്ഞിട്ടാണോ ഞാൻ എത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഓടിയെത്തിയത്? എനിക്ക് പിന്നെ ആരാ ഉള്ളത്? അവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും ബേബിച്ചൻ പത്രം മടക്കി വെച്ച് ജോണിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. ജോണെ, നിന്റെ ഈ കോഴിക്കോട്ടും കണ്ണൂരെയും ഉള്ള പ്രശ്നം തീർക്കൽ അങ്ങോട്ട് അവസാനിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. പ്രായം 32 കഴിഞ്ഞു. ഇനി നിന്നെ ഇങ്ങനെ അഴിച്ചുവിടാനൊന്നും പറ്റില്ല. നിന്നെ കൊണ്ട് ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ മിന്നു കെട്ടിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. കേട്ടല്ലോ? അപ്പച്ചൻ പറഞ്ഞത് കേട്ടതും ജോൺ ഞെട്ടിക്കൊണ്ട് അമ്മച്ചിയെ ദയനീയമായി നോക്കി. അമ്മച്ചി, അപ്പച്ചൻ ഈ പറയുന്ന സത്യമാണോ? എന്നെ കെട്ടിക്കാൻ പോവുകയാണോ? അവന്റെ ആ ചോദ്യം കേട്ടതും അമ്മച്ചി ഒരു പിരി പൊക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു. പിന്നല്ലാതെ, നാളെ ബ്രോക്കർ കുര്യച്ചൻ വരും, നല്ല 1-ാം തരം ക്രിസ്ത്യൻ തറവാട്ടിലെ കൊച്ചുങ്ങളുടെ ലിസ്റ്റോ ആയിട്ട്. അതിൽ നിന്ന് ഒന്നിനെ നിനക്ക് ഞങ്ങൾ അങ്ങോട്ട് ഉറപ്പിക്കും. നീയായി കണ്ടുപിടിക്കുമെന്നാ വിചാരിച്ചത്. ഇനി അതിൽ പ്രതീക്ഷയില്ല ഞങ്ങൾക്ക്. അമ്മച്ചി പറഞ്ഞു തീർത്തതും ജോൺ അച്ചായൻ തലയിൽ കൈവച്ചുകൊണ്ട് ഉമ്മർത്തെ ചാരുപടിയിലേക്ക് അങ്ങോട്ടിരുന്നു. തീരെ താല്പര്യമില്ല ഒരു പെണ്ണൊക്കെ കെട്ടി കുട്ടികളൊക്കെ ആയി ഒതുങ്ങിക്കൂടാൻ. ലൈഫ് മുഴുവൻ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കണം, അതാണ് നമ്മുടെ ഇച്ചായന്റെ മനസ്സിൽ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ പെണ്ണ് കുട്ടിയെന്നൊക്കെ വന്ന് പറഞ്ഞാല് അത് പറ്റില്ലല്ലോ. അതൊക്കെ ആലോചിച്ച് സങ്കടത്തിലിരിക്കുകയാണ് ഇച്ചായൻ. എന്നാൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഇച്ചായൻ തന്നെ മാറ്റി ചിന്തിക്കുമെന്ന് കാലം തെളിയിക്കും എന്നാ പാവ അച്ചായന് അറിയാതെ പോയി. അങ്ങനെ ഒരു ദിവസം PSC സെന്ററിലേക്ക് പോകാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു നമ്മുടെ ശ്രേയ. അപ്പോഴാണ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ബുക്കുകളെല്ലാം താഴേക്ക് വീണത്. റോഡിൽ ചിതറിപ്പോയ ആ ബുക്കുകൾ ഓരോന്നായി പെറുക്കിയെടുക്കുന്ന തിരക്കിലായിരുന്നു അവള്. പെട്ടെന്നാണ് കാതടുപ്പിക്കുന്ന ശബ്ദത്തോടു കൂടി ഒരു ബുള്ളറ്റ് അവളുടെ തൊട്ടു മുമ്പിൽ വന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിന്നത്.
ഇരുട്ടായ റോഡിൽ ഒരഞ്ഞ ശബ്ദം കേട്ട് അവൾ ഞെട്ടി പകുതി നിവർന്ന് നോക്കി. മുന്നിൽ നിൽക്കുന്നത് ഒരു കറുപ്പ് ഷർട്ടും കസവും മുണ്ടൊക്കെ അണിഞ്ഞ ഒരു 6 അടി പൊക്കക്കാരൻ. കണ്ണിലെ കൂളിംഗ് ഗ്ലാസ് മാറ്റി അവൻ അവളെ തന്നെ രൂക്ഷമായി നോക്കുന്നു. എന്താടോ കൊച്ചേ, റോട്ടിലിരുന്നാണോ തന്റെ പഠിത്തം? വണ്ടി വരുന്നതൊക്കെ കാണാൻ കണ്ണില്ലയോ? ജോണിന്റെ ശബ്ദം അല്പം ഗാംഭീര്യവും ദേഷ്യവും ഉണ്ടായിരുന്നു. പെട്ടെന്നുണ്ടായ പരിഭ്രമത്തിൽ ശ്രേയ എഴുന്നേറ്റ് നിന്നു. ഭയവും ഒപ്പം അല്പം ദേഷ്യവും അവളുടെ മുഖത്ത് മിന്നി മറഞ്ഞു. തന്റെ നെഞ്ചിലെ കുരിശിൽ അവളുടെ കൈകൾ അറിയാതെ ഒന്നുകൂടി അമർന്നുപോയി. അത് എന്റെ കയ്യിൽ നിന്ന് ബുക്കുകൾ താഴെ പോയതുകൊണ്ട് അവൾ വാക്കുകൾ കിട്ടാതെ ഒന്ന് പതറി. പക്ഷെ അവൾക്ക് അവന്റെ കണ്ണുകളിൽ നിന്ന് നോട്ടം മായ്ക്കാനേ തോന്നിയില്ല. വല്ലാത്ത തരം ഒരു ആകർഷണം അവനുണ്ടായിരുന്നു. അവളുടെ മുഖത്തെ ആ നിഷ്കളങ്കമായ ഭാവം കണ്ടപ്പോൾ ജോണിന്റെ ഉള്ളിലെ ദേഷ്യം മെല്ലെ അലിഞ്ഞുപോയി. എന്തോ അവളോടൊരു പാവം തോന്നിയത് മാത്രമല്ല, എവിടെയൊക്കെ ഒരു കുഞ്ഞു ഇഷ്ടവും കൂടി അവന്റെ മനസ്സിൽ തോന്നി തുടങ്ങിയിരുന്നു. അവൻ ആ ബുക്കുകളെല്ലാം അവൾക്ക് നേരെ നീട്ടിയിട്ട് ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ പറഞ്ഞു, ഇനി നടക്കുമ്പോൾ ഒന്ന് നോക്കി നടക്കണം കൊച്ചേ. മേപ്പോട്ട് നോക്കിയും ശ്രദ്ധയില്ലാതെയും ഇങ്ങനെ റോട്ടിലൂടെ നടന്നാലേ അപകടം ചോദിച്ചു വാങ്ങുന്നതിന് തുല്യ. എല്ലാ വണ്ടിക്കാർക്കും നിന്റെ മുന്നിൽ വരുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് നിർത്താൻ കഴിയുമെന്ന് വരില്ല, കേട്ടല്ലോ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തന്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. വണ്ടി മുന്നോട്ടെടുത്തെങ്കിലും കുറച്ചു ദൂരം പോയതിനു ശേഷം ജോൺ ബുള്ളറ്റിന്റെ സ്പീഡ് ഒന്ന് കുറച്ച് സൈഡ് മിററിലൂടെ പുറകിലേക്കൊന്ന് നോക്കി. റോഡരികിൽ ഇപ്പോഴും അന്തം വിട്ട് നിൽക്കുന്ന ശ്രേയയെ കണ്ടപ്പോൾ അറിയാതെ അവന്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. മനസ്സിൽ ഒരു പുതിയ കുളിർമ തോന്നിയെങ്കിലും അവൻ വണ്ടി വേഗത്തിൽ മുന്നോട്ടെടുത്തു പോയി. അവന്റെ കണ്ണുകളിൽ ശ്രേയയുടെ രൂപം തങ്ങി നിൽക്കുന്നത് പോലെ തോന്നിയിരുന്നു അവനും. ഐസ് നായകൻ ഇച്ചായൻ തന്നെയാ, പക്ഷെ ഹീറോയിൻ ശ്രേയല്ല, അതോർക്കണേ. ഇതേ സമയം റോഡരികിൽ ഒരടി പോലും മുന്നോട്ട് വെക്കാനാവാതെ ആകെ വണ്ടറരിച്ച് നിൽക്കുകയായിരുന്നു ശ്രേയ. ആ കണ്ട മാത്രയിൽ തന്നെ അവൾക്ക് അയാളോട് ഒരു ഇഷ്ടം തോന്നിപ്പോയി, അല്ലെങ്കിൽ ഒരു ക്രഷ്. തന്റെ ആ വിരിഞ്ഞ നെഞ്ചും തന്റെ ഇടത്തോടുള്ള സംസാരവും ചിരിയും എല്ലാം അവളുടെ മനസ്സിൽ എവിടെയൊക്കെയോ സ്പർശിച്ചു കാര്യമായിട്ട്. എന്തൊരു ലുക്കാ പുള്ളിക്കും, പക്ഷെ കണ്ടിട്ട് നല്ല പ്രായം തോന്നുന്നുണ്ട്. എന്തായാലും മാരീഡ് ആയിരിക്കും. അവൾ സ്വയം ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ഉള്ളിൽ പറഞ്ഞു. മനസ്സോടെ അവൾ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ബസ്സിൽ കയറി സീറ്റിൽ ഇരുന്നിട്ടും അവളുടെ മനസ്സിൽ നിന്ന് ആ കറുത്ത ഷർട്ടിട്ട അച്ചായന്റെ രൂപം മാറുന്നുണ്ടായിരുന്നില്ല. അത് മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കയറി വന്നുകൊണ്ടേയിരുന്നു. അവൾ സ്വന്തം നെഞ്ചിൽ കൈവച്ച് നോക്കി. ഇപ്പോഴും പടപടാ എന്നുള്ള ആ ഇടുപ്പ് നിന്നിട്ടില്ല. ഈശോയെ, എനിക്കിത് എന്താ പറ്റിയത്? വഴിയിൽ കണ്ട ആ ചെറുക്കൻ എനിക്ക് ഇത്ര ഇഷ്ടമായോ? അവൻ ആരാണെന്നോ എന്താണെന്നോ പോലും എനിക്കറിയില്ലല്ലോ, അവൾ സ്വയം ചോദിച്ചു. ബസ് വന്നിറങ്ങിയ ഉടൻ ഉള്ളിലെ ആവേശം അടക്കാനാവാതെ അവൾ ഫോണെടുത്ത് വേഗം ഷിഗയെ വിളിച്ചു. അവൾ വാചാലയായി. എടി ഷിഗാമേ, ഞാനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വഴിയിൽ വെച്ചൊരു അടിപൊളി ചെറുക്കനെ കണ്ടടി. എന്തൊരു ചന്താന്നറിയാം അവനെ കാണാൻ. അവൻ്റെ വിരിഞ്ഞ നെഞ്ചും തൻ്റെ അടുത്തോടുള്ള സംസാരമൊക്കെ കേട്ടപ്പോഴേ എൻ്റെ നെഞ്ചിടിക്കാൻ തുടങ്ങിയതാ. അത് ഇതുവരെ നിന്നിട്ടില്ല. ശ്രേയ ആവേശത്തോടു കൂടി നടന്ന കാര്യങ്ങളെല്ലാം ശ്വാസം വിടാതെ തന്നെ പറഞ്ഞു. അപ്പുറത്തു നിന്ന് ഷിഗ അത് കേട്ട് ഉറക്കെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഓഹോ, അപ്പൊ കഥ അങ്ങനെയാണോ പോകുന്നേ? നമ്മുടെ വഴിപാടൊക്കെ ഏറ്റെന്ന് തോന്നുന്നു. ശ്രേയ കൊച്ചിന്റെ അടുത്ത വായി നോട്ടം തുടങ്ങിയല്ലോ. അല്ല മോളെ, നീ ഇങ്ങനെ സ്വപ്നം കാണാൻ വരട്ടെ. അവൻ വല്ല ഹിന്ദു ചെക്കനോ ആണെങ്കിൽ നിന്റെ വീട്ടിലോട്ട് സമ്മതിക്കില്ലല്ലോ. എന്റെ മനസ്സിൽ രാജീവേട്ടൻ ഇല്ലെങ്കിൽ എനിക്ക് നോക്കായിരുന്നു. ഷിഗ പറഞ്ഞു നിർത്തി. അങ്ങനൊന്നും വരില്ലടി, നിനക്ക് നോക്കേണ്ട ആവശ്യമൊന്നും വരില്ല. പുളിപ്പാക്ക ക്രിസ്ത്യനാണ്. ആ കറുത്ത ഷർട്ടിന്റെ കോളറിനടിയിലൂടെ തിളങ്ങുന്ന നല്ലൊരു പൊന്നിൻ കുരിശുമാല ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതോടെ എനിക്ക് 2 കാര്യങ്ങൾ മനസ്സിലായി. പുള്ളി റിച്ചും ആണ്, കൂടുതൽ ക്രിസ്ത്യാനും ആണ് എന്ന്. ശ്രേയ വളരെ ഉറപ്പോടുകൂടിയും ആവേശത്തോടുകൂടിയും പറഞ്ഞു. ആഹാ, എന്റെ കൊച്ചു അത്രയും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അയാളെ തന്നെ നോക്കിയാലോടി. എങ്ങനെയെങ്കിലും നിനക്ക് ഒപ്പിച്ചു തരാൻ പറ്റുമെന്ന് ഷിഗ ഒരൽപ്പം കുസൃതിയോട് കൂടി തമാശയായി ശ്രേയയോട് ചോദിച്ചു. ഷിഗ പെട്ടെന്നത് പറഞ്ഞതും ശ്രേയയുടെ ഉള്ളിൽ ചെറിയൊരു ആഗ്രഹമൊക്കെ മൂട്ടിട്ടു. ആ അച്ചായൻ തന്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് അവൾ ഒരു നിമിഷം കൊതിച്ചുപോയി. എങ്കിലും അതൊന്നും നടക്കാത്ത കാര്യമാണെന്ന് വീട്ടുകാർ ഒരിക്കലും
വഴി കണ്ട ഒരാളെ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കില്ലെന്നും ഓർത്തപ്പോൾ അവള് പെട്ടെന്ന് തന്നെ ആ ആഗ്രഹം ഉള്ളിൽ നിന്ന് നുള്ളിക്കളഞ്ഞു. അവൾ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, ഓടി, അതൊന്നും വേണ്ട. അങ്ങനെയുള്ളൊരു മോഹമേ എനിക്കില്ല. വഴിയിൽ വെറുതെ ഒരു വട്ടം കണ്ട ഒരാളെ ഇനി എവിടെ നിന്ന് കണ്ടുപിടിക്കാനാ? പിന്നെ അയാള് ഞാൻ പ്രതീക്ഷിച്ചത്ര റിച്ചൊന്നും അല്ലെങ്കിലോ? നീ വെറുതെ ഓരോന്നും പറയല്ലേ എന്ന് പറഞ്ഞ് അവൾ ഇത്തിരി നാണത്തോടെ ആ വിഷയം മാറ്റി. എങ്കിലും അവളുടെ മനസ്സിൽ അപ്പോഴും ആ ബുള്ളറ്റിന്റെ ശബ്ദത്തിന് പുറകെ പായുന്നുണ്ടായിരുന്നു അവളുടെ മനസ്സ്.